ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റുട്ടീനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളുടെ പെയിൻറ്റിങ് ആയിരുന്നല്ല ഇത്രയും ദിവസത്തെ നമ്മളുടെ കണ്ടൻറ്റായി പോയിക്കൊണ്ടിരുന്നത്. വേറെ കാര്യങ്ങളൊന്നും തന്നെ അതുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലേ, നമ്മുടെ പെയിൻറ്റിങ്ങുകാരെയൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ ഇന്നത്തെ പുതിയ വാർത്ത അതാണ്. പെയിൻറ്റിങ്ങുകാരെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ട് മതിയായി. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ എൻ്റെ കസിൻ ബ്രദറാണ് സാധാരണ നമ്മളുടെ പെയിൻറ്റിങ്ങും എൻ്റെ വീട്ടിലെ പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യണം. എൻ്റെ കസിൻ ബ്രദർ തന്നെ പുള്ളി കോൺട്രാക്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്ക് ഭയങ്കര തിരക്കായി പോയതുകൊണ്ട് ആ പുള്ളി നമ്മൾക്ക് അറിയാവുന്ന ആളുകൾ വേണമെങ്കിൽ നമ്മളെ വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി പണിക്കാർ തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ തന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി നിന്ന് പണി എടുപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് അവർ ഒരുപാട് സാധനങ്ങളാണ് നമുക്ക് എഴുതി തന്നത് മേടിക്കാനായിട്ട്. പെയിൻറ്റ് നമ്മൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെയിൻ്റാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അന്നത്തെ പെയിൻറ്റ് നമ്മൾ മേടിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 ഇനി 3-4 എന്തോ 20 ലിറ്ററിൻ്റെ 3-4 ബക്കറ്റുകളൊക്കെ ഇങ്ങനെ കിട്ടാനുണ്ട്. അവിടെ ഉണ്ടായിരുന്നില്ല, ഗോഡൗണിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതൊന്ന് എടുക്കാഞ്ഞ നന്നായിരുന്നു ഞങ്ങൾ ഓർത്ത്. അന്ന് നമ്മളുടെ ഭാഗ്യത്തിനാണ് അവിടെ ഇല്ലായിരുന്നെന്ന് അവർ പറഞ്ഞത്. ഗോഡൗണിൽ നിന്ന് എടുത്തിട്ട് സാവധാനം തരാം. അത് മൊത്തം എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമ്മളിത് തിരിച്ചവിടെ കൊടുക്കേണ്ട അവസ്ഥ വന്നേനെ. കാരണം നമ്മളിത് മേടിക്കുമ്പോൾ GST എടുത്തിട്ടാണ് നമ്മൾ GST കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ച് അവരെടുക്കും. പക്ഷേ ഈ GST നമുക്ക് തിരിച്ചു തരില്ല. അത് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം നമുക്ക് വരും തിരിച്ച് കൊടുക്കുമ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ സാധനം തിരിച്ചെടുത്തോളും എന്നൊരു എഗ്രിമെൻ്റ് ഉണ്ട് പെയിൻറ്റ് കടക്കാർക്ക്. അത് കിട്ടാഞ്ഞത് ഭാഗ്യമെന്ന് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ 4 എന്തോ 20 എടുത്തിട്ട് ഒരു ടിന്ന് മാത്രമാണ് തുറന്നേക്കുന്നത്. പിന്നെ അടുത്ത് തുറന്നിട്ട് വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് എടുത്തേക്കണത്. അപ്പം തന്നെയും ഞങ്ങളുടെ താഴെയുള്ള എല്ലാം അടിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയും സാധനങ്ങൾ ഇനിയും ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു 3-4 വീട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കിൽ ഇപ്പം തോന്നിയത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലും തോന്നിയ കണക്കാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പണിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പണി തീർത്ത് തന്നെ. നിങ്ങൾ ഒരുപാട് പണിക്കാരെ കൊണ്ടൊന്ന് നിർത്തിയിട്ട് ചെയ്തോ, നമ്മൾ കൂലി തന്നേക്കാം, പക്ഷെ പണി പെട്ടെന്ന് തീർക്കണം. ഇതിപ്പോൾ 8 ദിവസമായിട്ട് പോലും ഇവർ താഴെ പോലും ചെയ്തു തീർത്തിട്ടില്ല. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ 2 പണിക്കാർ മാത്രമാണ് വരുന്നത്. പിന്നെ ഇവർ പെയിൻറ്റിങ് വലിയ വശമില്ല ഇവർക്കെന്നുള്ളത് നമുക്ക് ഇവരുടെ വർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഇവിടെ പപ്പയും റിച്ചാർഡ് ഇവരെല്ലാവരും ഷിപ്പിലൊക്കെ പെയിൻറ്റിങ് വർക്ക് ഇതെല്ലാം ചെയ്യുന്നവരാണ്. ഷിപ്പിൽ നമ്മൾ ചെയ്യാത്തൊരു ജോലിയും ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇവർക്കറിയാം. പെയിൻറ്റിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കറിയാം, പെയിൻറ്റിങ് കാണുമ്പോൾ അറിയാം ഇത് അറിയില്ലാത്ത ആളുകൾ ചെയ്തേക്കണം എന്നുള്ളത് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പണിക്കാരെ നമ്മളുടെ അടുത്തേക്ക് വിട്ടതെന്ന് പോലും നമുക്കറിയില്ല. എങ്കിലും നമ്മൾ ഒരു മനുഷ്യത്വം വിചാരിച്ചിട്ട് കുറച്ച് ടൈം കൊടുത്ത്, അതാണ് ഈ ഒരാഴ്ച കൊണ്ട് അവർക്ക് ഈ താഴെ പോലും അടിച്ചു തീർക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. മുകളിലെ ടെറസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു ദിവസം ഫാസ്റ്റായിട്ട് അത് ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചെയ്തു തീർക്കാനേ പറ്റുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്, അതും ഞാൻ പറയാം. താഴെ പല സ്ഥലങ്ങളിലും പൊട്ടിയും വിട്ടുമൊക്കെ കിടക്കണതെല്ലാം നമ്മൾ അത് അവിടുന്ന് ചെത്തി മാറ്റിയിട്ട് പിന്നെ അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത് തേച്ച് വെച്ച് അത് ഉണങ്ങണം, എന്നിട്ടത് പോളിഷ് ചെയ്ത് ലെവൽ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മീതിൽ കോട്ടടിക്കണം. ഇപ്പം നമ്മളുടെ വീട്ടിൽ ഇവിടുത്തെ റൂമുകളിൽ 3 കോട്ടുകൾ വെച്ചിട്ടാണ് ഇപ്പം അടിച്ചേക്കണത്. റിച്ചാർഡിൻ്റെ റൂമിൽ മാത്രമാണ് 2 കോട്ട് അടിച്ചത്. ഇപ്പം റിച്ചാർഡ് പറഞ്ഞത് അവിടെയും ഒരു ഫിനിഷിങ്ങും ഇല്ല, ഒരു കോട്ടും കൂടി അടിക്കണം ഇനി. അപ്പോൾ ഈ 3 കോട്ട് വെച്ചിട്ട് എല്ലാ റൂമിലും അടിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, എത്ര റൂം അടിക്കാനുള്ള ടൈമാണ് ഇവർ കളഞ്ഞേക്കുന്നതെന്ന്. കാരണം ഇവരടിക്കുന്നത് ഈ മതിൽ പോലും അറിയൂല, അത്രയും പതിയാണ്. ഇങ്ങനെ ഈ ശരിക്കും റോളർ ബ്രഷ് ഏറ്റവും ഈസിയാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ താനെ പെയിൻറ് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് വരെ അറിയാം പെയിൻറ്റിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒന്നും അറിയില്ലാത്ത ആളുകളല്ല നമ്മൾ. അപ്പോൾ ഇത് ഇങ്ങനെ മതിലിൽ അറിയാൻ കൂടിയില്ല. ഈ റോളർ അതിൽ പോകുന്നത് ടച്ച് ചെയ്യുന്നത് പോലും മതിൽ അറിയൂല,
അത്രയും പതിയെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കണേണ് ഇവർ. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ പാടുകളാണ്. ഈ ചുളുക്ക് നമ്മുടെ ചില പഴയ തിയേറ്ററുകളൊക്കെ ഇങ്ങനെ റിങ്കിൾസ് ആയിട്ട് കിടക്കുന്ന ഇങ്ങനെ കിടക്കുന്ന കർട്ടനില്ലേ, അത് പറഞ്ഞ പോലെയാണ് മതിലിൽ ഇങ്ങനെ പാടുകളാണ്, കംപ്ലീറ്റ് പാടുകളാണ് മതിലിൽ. അത് പെയിന്റിങ്ങിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് നോക്കിയാൽ അറിയൂല. പക്ഷെ പെയിന്റിങ് അറിയുന്ന ആളുകൾ നോക്കിയാൽ ഇതെന്താ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണെന്ന് അപ്പം തന്നെ ചോദിക്കും. ആ രീതിയിലാണ് പെയിന്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് നമ്മൾ ഇങ്ങനെ ഈ കോർണറുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ചെറിയ ബ്രഷുകൾ എല്ലാം നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അവരെടുത്തിട്ടേ ഇല്ല. അവർ ഈ റോളർ ബ്രഷ് വെച്ച് തന്നെ സകല പരിപാടികളും ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവർ പോകുന്നതിന് മുൻപായിട്ട് തന്നെയും നമ്മൾ പല സ്ഥലങ്ങളിൽ ഇവിടെ കൊണ്ടുനടന്ന് കാണിച്ചിട്ട് ഇതെന്താണ് ഇവിടെ ചെയ്തേക്കുന്നത്, ഇത് ഒന്ന് ക്ലിയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി നടന്ന് കാണിച്ച് പറഞ്ഞു കൊടുത്ത് ചെയ്ത് തീർപ്പിച്ചിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട് മൊത്തം അകത്തും പുറത്തും ചുറ്റും മതിൽ, നമ്മുടെ മുറ്റം, നമ്മുടെ ജനലുകളുടെ പോളിഷിങ്, അതായത് വുഡ് പോളിഷിങ്, ജനലിൻ്റെ ഗ്രിൽസ് പെയിൻറ്റിങ്, ഇതെല്ലാം അഴികളില്ലേ, അതെല്ലാം കൂടിയാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് ഞങ്ങൾക്ക് ഇത് തുടങ്ങിയപ്പോഴേ മനസ്സിലായി. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്, ഇങ്ങനെ പോയാൽ ഇത് 1 മാസം എടുക്കൂലേ ഈ പണിയൊന്ന് തീർത്തെടുക്കുമ്പോൾ? അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, പണിക്കാർ വരും. ഒരാഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു പണിക്കാരും വന്നില്ല. ഈ 2 പേര്, അതും ഭയങ്കര സ്ലോയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ വീടിൻ്റെ അകത്ത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെല്ലാം കണക്കിലെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ചു നിന്ന് പണി ചെയ്യണതാണ് അവരുടെ കൂടെ. അതെല്ലാം നമ്മൾക്കറിയാം. അവരും ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഒക്കെയുള്ള സമയം അവർക്ക് എടുക്കും. റൂമിൻ്റെ അകത്ത് ആൾ താമസമുള്ള വീടുകളല്ലേ, അതൊക്കെ കണക്ക് കൂട്ടിയാൽ പോലും ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത് ഇതിനും എത്രയോ നേരത്തെ തീരേണ്ടതാണ്. ശരിക്കും നമ്മൾക്ക് ടച്ചിന് കൊടുത്തത് വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾക്ക് ഈ 2 പണിക്കാരെ തന്നതല്ലാതെ പിന്നെ ഈ പുള്ളി നമ്മളെ ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഒന്ന് വിളിച്ചന്വേഷിക്കുന്നതാ, എന്തെങ്കിലും നമ്മൾക്ക് കുറവുകളുണ്ടാ, ഇത് ചോദിക്കുന്നതാ, ഒന്നുമില്ല. അദ്ദേഹം പണിക്കാരോട് പറഞ്ഞോടും നാളെ ഞാൻ വരും, നാളെ 3 പണിക്കാരുണ്ടാവും, ഇത് പറയുന്നതല്ലാതെ പണിക്കാർ ഇവിടെ വരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് ഒരു രക്ഷയില്ല, പണിക്കാർ വരുന്നേ ഇല്ല. ഈ 2 പണിക്കാർ വെച്ചിട്ട് ഇത്രയും വലിയ വീടിൻ്റെ ചുറ്റുമൊക്കെ ഏത് കാലത്തടിച്ച് തീർക്കാനാണ്? ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ നമ്മുടെ റൂബിയുടെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? ഈ റൂബി എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. മനുഷ്യർ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഇതിനെ ഈ മിണ്ടാപ്രാണിനെ ഓർത്തിട്ടാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്ര പണിക്കാരെ വേണമെങ്കിലും വെച്ചോ, ഇതൊക്കെ പറഞ്ഞു. ഒരുപാട് പണിക്കാരുണ്ട്, പണിക്കാരെല്ലാം ഒരുപാട് പണിക്കാരെ വെച്ചിട്ട് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാണ് ഏറ്റെടുത്തത്. പക്ഷേ പണിക്കാരും ഇല്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയായിപ്പോയി ഞങ്ങളുടേത്. വല്ലാത്ത സങ്കട അവസ്ഥയായിപ്പോയി. കാരണം നമ്മുടെ കയ്യിലത്തെ പൈസ പോയതല്ലാതെ ഒരു നേട്ടവും ഈ ഒരു പെയിന്റിങ് ഒരാഴ്ച നടന്നതിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇനി റിച്ചാർഡിൻ്റെ റൂമിൽ വീണ്ടും ഒരു കോട്ടും കൂടി അടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് റിച്ചാർഡൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നില്ല, നമ്മൾ അതിനകത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് കിടക്കാൻ പോണെന്ന് പറയും. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് റിച്ചാർഡ് ഇങ്ങനെ രാത്രി, ഞാൻ പറഞ്ഞായിരുന്നു 2 മണി വരെയൊക്കെ ഉറക്കം നിന്നിട്ട് പഠിക്കുന്നുണ്ടെന്ന്. അപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുമല്ലോ നമ്മൾ. അങ്ങനെ ചുറ്റും നോക്കിയാണ് ഇതിൻ്റെ ഇനി ഒരു കോട്ട് കൂടി വേണമല്ല എന്ന് പറയാൻ തുടങ്ങിയത്. 2 കോട്ട് പോരെ, ഇപ്പം 3 കോട്ട് അടിച്ചിട്ടും ഫിനിഷിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പം ഈ പണിക്കാരെ വേണ്ടെന്ന് ഈ കൊണ്ടുവന്ന കോൺട്രാക്ടറിനെ വിളിച്ച് പറഞ്ഞില്ല. കാരണം നമ്മളെ കസിൻ ബ്രദറല്ലേ നമുക്ക് കൊണ്ടുവന്ന് വന്നേക്കണത്. ആ പുള്ളിനെ തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി കാര്യങ്ങൾ കേട്ട് മറ്റേ ആളുടെ അടുത്ത് പറഞ്ഞ് ഇനി നിങ്ങളെ പണിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര പണി പകുതിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, ആ പണി നാളെ മൊത്തം തീർത്തിട്ട് വേണം അവിടുന്ന് പോരാനായിട്ട്. ഇനി അടുത്തൊരു ദിവസം അവിടെ ഇനി നിങ്ങൾക്ക് പണിയില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് പകുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടലില് ഇവരുടെ ഒരു ടൈം നമ്മൾക്കറിയാമല്ല, എത്ര നേരം കൊണ്ട് ഇത്രയും പണി ചെയ്യുമെന്നുള്ളതറിയാമല്ല. ആ ഒരു പരിധിക്കുള്ളിൽ ഇവർക്ക് 1.5 ദിവസത്തെ പണിയുണ്ട് ഞങ്ങളുടെ കണ്ണിൽ. അത് 1/2 ദിവസത്തെ പണിയുള്ളൂ ശരിക്കും പണിയെടുക്കുന്നവന്. ഇവരുടെ ഒരു കണക്കനുസരിച്ച് 1.5 ദിവസം പണിതാലും തീരാത്ത പണിയാണ് ഇനി ബാക്കിയുള്ളത്. ഈ സംഭവം ഇവർ വന്നിട്ട് അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് പണി തീർത്ത് പോന്നെയാണ്, അവരുടെ കൂലിയും കിട്ടും. എന്നിട്ട് ഇവർ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് 3 മണി, അതായത് 5 മണി വരെയും ചെയ്യേണ്ട പണി 3 മണിക്കുള്ളിൽ
ഇവർ ചെയ്ത് തീർത്ത്, അതായത് ഇവർക്ക് 1.5 ദിവസം ഇവരുടെ കണക്കിന് ചെയ്ത് തീർക്കാൻ പറ്റിയ ജോലി ഇവർ 3 മണിക്കുള്ളിൽ ചെയ്ത് തീർത്ത് സ്ഥലം കാലിയാക്കി വിടുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, അവർക്ക് പണി ചെയ്യാൻ അറിയാല്ല, എന്നിട്ട് മനഃപൂർവ്വമല്ലേ നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം മേടിക്കാൻ വേണ്ടി ഓരോ ദിവസത്തെ കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നിന്നത്. എന്തൊരു ആത്മാർത്ഥതയാണ്. ഞങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി അവരോട് നിന്ന്, ഒരു ആത്മാർത്ഥതയും തിരിച്ചവർ നമുക്ക് തന്നില്ല. ഭയങ്കര വിഷം. വർക്ക് ഏരിയയിൽ പണി കിടക്കുന്നതാണ്. ഇനി എന്നാണ് ഞാൻ അതിനകത്തേക്ക് എൻ്റെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്? ഒരു കണ്ണിച്ചോരുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഇത്രയും ചെറിയൊരു അടുക്കളയും വർക്ക് ഏരിയ അല്ലേ, അത് ആദ്യം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അതല്ലേ ചിന്തിക്കാനുള്ളത്? ഒന്നുമില്ല, എല്ലാം ഇവിടെ കിടക്കണേണ്. ഇനി എന്നാണ് അതൊക്കെ അകത്തേക്ക് കയറ്റണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരവസ്ഥയിൽ ആണ് അവരാക്കിയിട്ടിട്ട് പോയി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ ചുറ്റുമതലടിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവരുടെ കയ്യിൽ ഈ സേഫ്റ്റി മെഷേഴ്സ് ഒന്നുമില്ലാതെയാണ് ഇവർ പണിക്ക് നിൽക്കുന്നത്. ഈ ചുറ്റുമതലല്ല, നമ്മുടെ വീടിൻ്റെ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമടിക്കാനായിട്ട്. അപ്പോൾ ഈ മോളിലൊക്കെ കയറുന്ന സമയത്ത് ഇവർക്ക് നിന്ന് ചെയ്യാനായിട്ടുള്ള വെറുതെ ഒരു ഏണിയിൽ ചാരി നിന്നിട്ടാണ് ഇവർ ചെയ്യുന്നത്. അത് പെട്ടെന്ന് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ സംഭവം അറിയാല്ല. വേറെ ഒരു സേഫ്റ്റി മെഷേഴ്സ് അവരെടുക്കുന്നില്ല. അത് നമ്മളല്ലല്ലോ എടുക്കേണ്ടത്, അവരാണ് എടുക്കാനുള്ളത്. അതൊന്നും ആർക്കുമില്ല. അത് നമുക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ചെയ്യാനായിട്ട് ഇത് ഒരു 5 ദിവസമോ 6 ദിവസമോ ഇനിയും വേണമെന്നാണ് പറഞ്ഞത്. കാരണം 2 കോട്ട തന്നെയാണ് പുറത്തടിക്കാണ്. അപ്പം ആദ്യത്തെ കോട്ട അടിക്കുമ്പോഴത്തേക്കും ഇത് ബ്രഷ് നീങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞത്. കാരണം അത് ഒത്തിരി ഇങ്ങനെ ഉണ്ടാവുമല്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തെ കോട്ട അടിക്കുമ്പോൾ ബ്രഷ് നീങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെയാണെങ്കിൽ ഇവരിങ്ങനെ അള്ളി പിടിച്ച് നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടിലാണ് ഇവർ നിന്ന് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ താഴെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വീഴും പിടിക്കും, അങ്ങനെ പ്രശ്നമില്ല. അപ്പം നമ്മൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് വീഴാതെ പിടിച്ച് നിൽക്കുകയും ചെയ്യണം, ഇത് അടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒരു കോട്ട അടിച്ചു കഴിഞ്ഞാൽ അടുത്ത കോട്ട ഇത്തിരി സ്മൂത്തായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും. അടുത്ത പണിക്കാർ വന്നിട്ട് ചെയ്യാനുള്ള പണി, അതായത് താഴത്തുള്ള എല്ലാ റൂമുകളും അടിച്ചു കഴിഞ്ഞ് അതിലൊരു റൂം ഇനി ഒന്നുകൂടി അടിക്കണമെന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ നമ്മളുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നതിൽ, അതായത് കുഞ്ഞു വർക്ക് ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കണം, ആ വർക്ക് ഏരിയയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് അവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രിൽസ് കംപ്ലീറ്റ് 2 ഗ്രിൽസിലെ അത് 2 വശത്തുള്ളത് ചീവി അതിൻ്റെ പെയിൻറ് കളഞ്ഞ് അടുത്ത ബ്ലാക്ക് അടിക്കണം. അല്ലാതെ അവിടെ ആ മെഷ് പിടിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് മെഷ് കൂടി അവിടെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഈ ഗ്രിൽസിൻ്റെ പണി കഴിയാതെ മെഷ് പിടിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് സാധനങ്ങൾ വെക്കാനും പെരുമാറാനും പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പൂച്ച കയറും, നമ്മുടെ സാധനങ്ങളിലൊക്കെ പൂച്ച കയറി അലമ്പാക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതും അങ്ങനെ കിടക്കണേണ്. അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്ത് തീർക്കേണ്ട സമയം കഴിഞ്ഞ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ചെയ്തു തരണ്ടേ അവർ? കാരണം ഒരു കിച്ചണിൽ ഒരു പെണ്ണ് എത്ര ബുദ്ധിമുട്ടോ എന്നുള്ളത് ഇവരുടെ വീട്ടിലും സ്ത്രീകളുള്ളതല്ലേ, ഇവർക്ക് മനസ്സിലാകുന്നില്ലേ? ഇതൊന്നും ചെയ്യാതെ അതിനും അങ്ങനെ ഇട്ട് ലാഗിച്ച് അടുത്ത പണിക്കാരെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ പണിക്കാർ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും വീടിൻ്റെ ഇനിയിപ്പോൾ മോളിൽ നമ്മളുടെ മോളത്തെ നില പെയിൻറ് ചെയ്തിട്ടില്ലല്ലോ, അതായത് റൂംസിൻ്റെ അകത്ത്, അത് ഞങ്ങൾക്ക് വേണ്ടെന്നാണ് ഇപ്പം തോന്നുന്നത്. കാരണം അത്രയും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് അത് വിട്ട് കളയാന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. എങ്കിലും നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒന്നടിക്കാതെ നിവർത്തിയില്ല, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും അടിക്കാതെ നിവർത്തിയില്ല. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് വെള്ളമായി കാണാൻ വേണ്ടി. ഇപ്പം മുകളിൽ അത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ പെരുമാറ്റങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നീറ്റായിട്ടാണ് നടക്കണം. പിന്നെ കളർ വേറെതായിരിക്കുമെന്ന് മാത്രം, ഇത് വെള്ളമായിരിക്കില്ലെന്ന് മാത്രം. ഇനി അഥവാ നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പപ്പക്ക് ചെയ്യാൻ സാധിക്കും. പപ്പക്ക് നന്നായിട്ട് പെയിൻറ്റിങ് അറിയാവുന്ന. വെള്ളയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു പേപ്പർ ഒട്ടിച്ചിട്ടൊക്കെയാണ് നേരത്തെ ചെയ്യണത്. കാരണം ആ ക്രീം ഷെയ്ഡ് താഴേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പാടില്ല. നമ്മുടെ സീലിംഗ് മാത്രം വൈറ്റ്, ബാക്കി ഒരു പീച്ച് കളറാണ്, ക്രീമല്ല പീച്ച് കളറാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതിരിക്കാനൊക്കെ ആയിട്ട് പേപ്പർ കൊട്ടിച്ചിട്ടാണ് നമ്മളിങ്ങനെ പെയിൻ്റൊക്കെ പണിക്കാർ ചെയ്യണത്. ഇപ്പം അതൊന്നുമില്ല, ഒറ്റടിയാണ്, എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പുറത്തെ പില്ലറും ഫ്രണ്ടിലെ 2 നമ്മുടെ ഗേറ്റിൻ്റെ വശം ഇതുണ്ടല്ലോ, ഫ്രണ്ടിൽ ഇങ്ങനെ ആ ബെൽ മൗത്തായിട്ടിരിക്കുന്ന ആ മതിൽ, അതെല്ലാം ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? കംപ്ലീറ്റ് പേപ്പർ ഒട്ടിച്ച്. കാരണം അതിൽ വെള്ള ബീഡിങ് വരും, നടുക്കും ചുറ്റുമുള്ള ഭാഗത്ത് പീച്ച് കളർ വരും. അപ്പം അതിൽ ഒരുപാട് നമ്മളുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലത്തെ ആ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല കേട്ടോ, ആ ഒരു വർക്കുകളുണ്ടല്ലോ. അപ്പോൾ അത് സിമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത്, ഞാനങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ആ വർക്കുകൾ എല്ലാം വൈറ്റാണ്, മറ്റുള്ളതെല്ലാം പീച്ച് കളർ. ഇതെല്ലാം ചെയ്യണത് പപ്പയാണ്. പപ്പ കുത്തിയിരുന്നിട്ട് പലതരം ബ്രഷുകൾ വെച്ചിട്ട് ഒരുപാട് ടൈം എടുത്ത്, കാരണം ഫ്ലവർ പോലെയൊക്കെ ഉണ്ട് അതിൽ, അതൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ട് പപ്പ ഇരുന്നിട്ട് ചെയ്ത് പ്രൊഫഷണൽസ് ചെയ്യുന്നതിനാലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്
പപ്പ ചെയ്തു വരണത്. അപ്പോൾ പപ്പയ്ക്ക് ചെയ്യാനറിയാം. പിന്നെ പപ്പയുടെ ഏജ് മാറിയതുകൊണ്ടാണ് നമ്മൾ പപ്പനോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മോളിൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ പോലും പപ്പയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ടൈം അനുസരിച്ച് ഓരോ റൂം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇനി ഇവരെ ഏൽപ്പിക്കാനായിട്ടൊന്നും നമുക്ക് ഇനി തോന്നണില്ല. അത്രയും ബുദ്ധിമുട്ടിച്ചാൽ മാക്സിമം നമ്മൾ കഷ്ടപ്പെട്ട്, അതും ഈ റൂബി ഉള്ളതുകൊണ്ട് അതിനെല്ലാം കൂടുതൽ കഷ്ടപ്പാടായി. ഇനിയിപ്പോൾ അടുത്ത ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ചുറ്റും വീടിൻ്റെ ചുറ്റും അടിക്കുക, കോമ്പൗണ്ട് വാളടിക്കുക, ഗേറ്റ് അടിക്കുക, ഇത്രേ ചെയ്യിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഗ്രിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നത്. കാരണം ഇനിയും പണിക്കാരെ ഇവിടെ നിർത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റൂല. ഇവള് കിടന്നിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇവളെ ഓർത്തിട്ടെങ്കിലും ഇനി നമുക്ക് ഇത് മതിയാക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഇങ്ങനെ ഒരു പെയിൻറ്റിങ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആരോ കമൻസിൽ ഇവരുടെ നമ്പർ തരുവാന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയാം ഇത് കൊള്ളൂല, അതുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു പപ്പനോട് ചോദിച്ചിട്ട് തരാമെന്ന് പറയും. അപ്പോൾ അവർക്ക് ഈ നമ്പറൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് അവരെയും കൂടി ഈ കുഴിയിൽ ചാടിക്കാനാ? ഇവരെയൊന്നും ഒരിക്കലും ഏർപ്പാടാക്കരുത്. അങ്ങനെ ഏതായാലും ഈ പണിക്കാർ ആരാണെന്ന് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. അവർ ജീവിച്ചു പോയിക്കോട്ടെ. ഏതായാലും വളരെ മോശം പണിക്കാർ, വളരെ മോശം പണി. പെയിന്റിംഗ് ഒന്നും അറിയില്ലാത്ത ആളുകൾ പെയിന്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? ആ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ വീട് പെയിന്റ് ചെയ്തേക്കുന്നത്. അതാണ് പെയിന്റിങ്ങിന്റെ വിശേഷം. ഇനിയിപ്പോൾ മുകളിലേക്കുള്ള പെയിന്റിംഗ് ഒന്നും ഇനി ഞാൻ വീഡിയോ എടുത്തൊന്നും കാണിക്കില്ല. കാരണം അതൊക്കെ ചുറ്റും ഉള്ളതാണ്. ഞാൻ അങ്ങോട്ടൊന്നും കയറാൻ പോലും ഇല്ല, നോക്കേയില്ല. ഇപ്പം താഴത്തുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നു വെച്ചത്. ഇനി നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പം നമ്മൾ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ മുക്കാൽ ഭാഗം കൊടുത്തു കഴിഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ കുഞ്ഞു വർക്ക് ഏരിയ ഉണ്ടല്ലോ, ആ വർക്ക് ഏരിയയിൽ ഈ ഗ്രിൽസ് എല്ലാം ഒന്ന് അത് പപ്പ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. കാരണം ഇനി ആരെ കൊണ്ട് ചെയ്യിക്കാനാണ്? ഇതൊക്കെ എന്നാണ് ഇവർ ചെയ്തു തന്നത്? അതെല്ലാം ഉരച്ച് കളഞ്ഞ് പെയിൻ്റ് അടിച്ച് മെഷ് അടിച്ചിട്ട് വേണം ഇനി എനിക്ക് വർക്ക് ഏരിയയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമ്മുടെ പഴയതുപോലെ പാത്രങ്ങളെല്ലാം നിരത്തിയൊക്കെ വെക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പപ്പ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെയാണ്. പാത്രങ്ങളൊക്കെ അവിടെ താഴെ വെച്ചേക്കണേ, നമ്മളുടെ വലിയ വർക്ക് ഏരിയയിലേക്ക് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ ഈ സ്റ്റെപ്സ് ഇറങ്ങി കയറി ഓരോന്നും എടുക്കണം. നമുക്കിവിടെ കൊണ്ടൊന്നും വെക്കാൻ സൗകര്യമില്ലല്ലോ. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറയും, പപ്പ അതിങ്ങനെ എടുത്ത് അതെ അവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം. പപ്പയുടെ അവിടെ നിന്നിട്ട് ഓരോന്ന് സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് തന്നുകൊണ്ടിരിക്കണം. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ഈ പണിക്കാരുടെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സംഭവങ്ങൾ ഇവർക്ക് ഒന്നുമില്ല. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്, ആ ഒരു വീട് ഞാനൊരു 9 വയസ്സുള്ള സമയത്ത്, ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉള്ള വീട് വെച്ചേക്കുന്നത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കമൻസിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് നമുക്ക് അധികം സ്ഥലമൊന്നും ആർക്കും ഉണ്ടാവില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീടാണെന്നെങ്കിലും മെയിൻ റോഡിലെ വീടിരിക്കണം. അതൊരു കമേഴ്ഷ്യൽ ഏരിയയാണ്. കാരണം ഞങ്ങൾ ബിസിനസ്സുകാരാണ്. അപ്പം ഞങ്ങൾ ബിസിനസ്സും ചെയ്യുന്നു, അതിനോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നു. അത്രയും വില കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും മേടിക്കാൻ പറ്റില്ല. 2 സെന്റ് സ്ഥലത്താണ് നമ്മളുടെ വീടൊക്കെ അവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ 7 സെന്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ വീട് വെക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ, അതായത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, അങ്ങനെ 3 എണ്ണം ഉള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിൽ അവിടെ വാർക്കുന്ന പണി നടക്കുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ നിന്നിട്ട് കമ്പി പണി ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കെട്ടുന്ന കമ്പിയൊക്കെ വളക്കുമല്ല. അപ്പോൾ അത് മുകളിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കമ്പി പോയിട്ട് വീണത് 11 kV കറണ്ട് കമ്പി ഉണ്ടല്ലോ നമ്മളുടെ, ആ 11 kV കമ്പിയുടെ മീതല പോയി വീണത്. അതോടുകൂടി ഈ കമ്പി പിടിച്ചിരുന്ന ആള് തെറിച്ച് പാരപ്പറ്റ് അതൊക്കെ കെട്ടി വരണുള്ളൂ. പാരപ്പറ്റിൻ്റെ ആ ഒരു മരത്തിൻ്റെ അതൊക്കെയാണ്. ഈ മരത്തിനങ്ങോട്ട് തീ പിടിച്ച് ഇത് ഈ കമ്പി അതിൽ വീണതോടുകൂടി ഇയാൾ തെറിച്ച് വീണിട്ട്, ഇത് ഞാൻ കണ്ടു നിന്ന കാഴ്ചയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് നമ്മുടെ വർക്ക് സൈറ്റിൽ വന്ന് അങ്ങനെ നിൽക്കണേണ്. ആ സമയത്താണ് കാരച്ചിൽ കേട്ടിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ട സീന്, ഈ ആള് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈ പാരപ്പറ്റിൽ ഇങ്ങനെ തൂങ്ങി താഴേക്ക് കിടക്കണേണ്. ഇത്രയും ഭാഗം പാരപ്പറ്റിൻ്റെ താഴത്തേക്ക് കൈ ഇങ്ങനെ തൂങ്ങി കിടന്ന് ആടിക്കണം. അപ്പം ഞങ്ങൾ വിചാരിച്ച ആൾ മരിച്ച് കഴിഞ്ഞെന്നാണ് വിചാരിച്ചിരിക്കണം. അപ്പം ഈ താഴെ ഭാഗത്തൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കണേണ്. മരത്തിലൊക്കെ തീ കത്തിയിട്ട് ഇയാളുടെ ശരീരം മൊത്തം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ എല്ലാവരും താഴെ നിൽക്കുന്ന വഴി കൂടി പോകുന്ന ആളുകൾ, മെയിൻ റോഡാണ്, ബസ് പോകുന്ന വഴി, എല്ലാവരും കരച്ചിലാണ് ഇത് കണ്ടിട്ട്. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം മുകളിൽ പണിക്കാരുണ്ട്, എല്ലാവർക്കും ഷോക്ക് അടിച്ചേക്കണേ. ഇയാൾ മാത്രമാണ് ഇങ്ങനെ കിടക്കണത്. അങ്ങനെ
കുറേ നേരം ഇല്ലെന്ന് തോന്നുന്നു, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ എത്രയോ. ഇപ്പം ഞാൻ അത്രയും പ്രായത്തിലല്ലേ, 9 വയസ്സ് പ്രായ ആ സമയത്തുള്ള എൻ്റെ ഒരു ഓർമ്മയാണ് ഈ കത്തി നിൽക്കുന്നത്. ഈ കത്തിയ ആള് കുറച്ച് നേരം കഴിഞ്ഞ് അവിടുത്തെ എന്തോ അത് വിട്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു കറണ്ടിൻ്റെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഓഫായി. ആള് പിന്നെ താഴേക്ക് വന്ന് വീണ്, ഈ 3 നിലയും കവർ ചെയ്ത് താഴെ വന്ന് വീണ്. താഴെ ചരല് പണിയുടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മീതിലേക്കാണ് വീണത്. അതുകൊണ്ട് മരിച്ചില്ല ആള്. പക്ഷേ ആള് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അരക്ക് താഴേക്ക് കംപ്ലീറ്റ് കത്തിപ്പോയി. അപ്പം ആ ഒരു അവസ്ഥയിൽ അയാൾ ജീവിച്ച്. അപ്പം നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ ഒരു വീട് പണിയുമ്പോൾ അവിടെ ഒരാൾക്ക് വന്ന അപകടമാണ് നമ്മൾ ഏറ്റവും വേദനിപ്പിക്കുന്നത്. അയാളുടെ ജീവിതം പോയി. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത്, പക്ഷേ നമ്മളുടെ ആ വീടിനും ഒരു എല്ലാം കൂടി ചെന്നിട്ടുള്ളൊരു വിഷമഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അന്ന് അയാൾക്ക് ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞ് മാത്രം, ഒരു ഭാര്യ, കുഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറുപ്പം മനുഷ്യൻ. ആ ഒരു സമയത്ത് അയാളുടെ ജീവിതത്തോടെ വെച്ച് തീർന്ന്. പിന്നെ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ഉള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവർ മുകളിലേക്ക് കയറുമ്പോൾ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു അപകടവും വരുത്തല്ലേ എന്നുള്ളത്. പിന്നെ എല്ലാം നമ്മൾക്ക് വരാനുള്ളത് വരുമല്ലോ, എങ്കിലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും. അപ്പോൾ ഈ പുറത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മളും കൂടി ബാധിക്കുന്ന കാര്യമല്ലേ, നമ്മളുടെ വീട്ടിൽ വെച്ച് സംഭവം. അവർ ഒരു സേഫ്റ്റി അവരുടെ കയ്യിലില്ല. ഒരു എന്തെന്ന് വെച്ചാൽ ഒന്നും വരില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇപ്പം പപ്പ അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പേടി. പിന്നെ നമ്മളുടെ വീട്ടിൽ ആർക്കെന്തെങ്കിലും നമ്മൾ മാത്രം എടുത്താൽ മതി ആ ഉത്തരവാദിത്വം. പക്ഷെ പുറത്തൊരാൾക്കാണെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നമുക്ക് ഒരിക്കലും വിട്ടുപോരാൻ പറ്റില്ല. എന്നും ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ. അപ്പം അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഭയങ്കര പേടിയിലുമാണ്. ഇത് ആരെ കൊണ്ടാ ചെയ്യിക്കുക എന്നുള്ളത് ഭയങ്കര പേടിയില്ല. അപ്പം അതൊക്കെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി മറ്റുള്ള പണികൾ ചെയ്യാനായിട്ട് അടുത്ത ആളുകളാണ് വന്നേക്കുന്നത്. നമ്മൾ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഈ പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ പോയി. അവർ 4 പണിക്കാരൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പണിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കാണാനിരിക്കണമെന്ന് എല്ലാവരും എഴുതാറുണ്ട്. ഇതൊക്കെ എന്ന് കഴിയുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ അതാണ് ആ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് റുട്ടീൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്